സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുക. വേൾഡ് കപ്പ് ജ്വരം എന്ന് പറയാം. ലോകം മുഴുവൻ അത് പടർന്ന് പിടിച്ചിരിക്കുകയാണ്. അതിന് അത്ഭുതമൊന്നുമില്ല. ലോകത്തിലെ കായിക വിനോദങ്ങളിൽ ഏറ്റവും വലിയ ഇവൻ്റ്, സ്പോർട്സ് ഇവൻ്റ് എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പാണെന്ന് പറഞ്ഞാൽ അതിന് ഒട്ടും അതിശോക്തിയില്ല. എൻ്റെ ഒരു ധാരണ, ഒരുപക്ഷെ സമ്മർ ഒളിമ്പിക്സ് ആയിരിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഇവൻ്റ് എന്നായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ഈ പറഞ്ഞ സമ്മർ ഒളിമ്പിക്സ് പോലും ലോകത്തിലെ ഒട്ടുമുക്കാൽ രാഷ്ട്രങ്ങളും പങ്കെടുക്കുന്ന ഒരു കായിക ഇവൻ്റാണ് സമ്മർ ഒളിമ്പിക്സ്. സമ്മർ ഒളിമ്പിക്സ് പോലും ഫിഫ വേൾഡ് കപ്പിൻ്റെ വളരെ പിന്നിലാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വേൾഡ് കപ്പ് ജ്വരം ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഈ ഫുട്ബോൾ ടീമുകളുടെ, അവരുടെ കളിക്കാരുടെ വിശ്വാസം, പ്രത്യേകിച്ചും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അവർ പറയുന്ന പ്രഖ്യാപനങ്ങൾ, ഇതിനൊക്കെ വലിയ മാധ്യമ ശ്രദ്ധയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടീമുകൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്, മത്സരങ്ങൾ ജയിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകളെക്കുറിച്ചൊക്കെ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊക്കെ പല ടീമുകളും നല്ല ക്രിസ്തീയ വിശ്വാസമുള്ള ടീമുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ജർമ്മനിയുടെ ഒരു മത്സരത്തിൽ ജർമ്മനി കളിച്ച ആ മത്സരത്തിന് ശേഷം അവരുടെ ഒപ്പോണൻസ് ആയിട്ടുള്ള ടീമുമായിട്ട് രണ്ട് ടീമും എതിരാളികൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ വലിയ കൗതുകമുള്ള വാർത്തകളായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ വേൾഡ് കപ്പ് സീസൺ ഒരു വലിയ ഇവാഞ്ചലൈസേഷനുള്ള ഒരു സമയമായിട്ടാണ് ചില ക്രിസ്തീയ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതാദ്യമായിട്ടൊന്നുമല്ല. സ്പോർട്സ് ഇവൻറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ പണ്ട് മുതൽ തന്നെ ക്രിസ്തീയ സമൂഹങ്ങൾ അതിനെ സുവിശേഷീകരണത്തിനുള്ള മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് പതിവുള്ള കാര്യം തന്നെയാണ്. ഒളിമ്പിക്സ് ഒക്കെ നടക്കുമ്പോൾ, ഇതുപോലെ തന്നെ ഉള്ള ഒളിമ്പിക്സ് ഒക്കെ നടക്കുമ്പോൾ വൈവാം പോലെയുള്ള സംഘടനകളൊക്കെ ആ വേദികൾ ഉപയോഗിച്ച് ഇവാഞ്ചലൈസേഷന് പുതിയ സാധ്യതകൾ അവർ അന്വേഷിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അതിൻ്റെ വാർത്തകൾ നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് സീസണിൽ തന്നെ 4,80,000 ആളുകളുടെ അടുക്കൽ വിവിധ രീതിയിൽ സുവിശേഷം എത്തിക്കുകയും അവർ കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് ഒരു റിപ്പോർട്ട് കാണുവാനിടയായി തീർന്നത്. ഈ വർഷവും വൈവാം പോലെയുള്ള സംഘടനകൾ ഈ പുതിയ ഫുട്ബോൾ സീസണിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായി സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പല മെത്തേഡ്സ് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും സ്പോർട്സ് മേഖലകളിൽ പേരെടുത്തിട്ടുള്ള ആളുകൾ തന്നെ അവർ സുവിശേഷം അറിയിക്കുവാൻ ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് നമുക്ക് ചുറ്റും കേൾക്കുവാൻ ഇടയായി തീരുന്നത്. ഈ കൂട്ടത്തിൽ വളരെ എടുത്തു പറയേണ്ട ഒരു പേരാണ് അർജന്റീനിയൻ കളിക്കാരൻ ലയോണൽ മെസ്സിയുടെ പേര്. മെസ്സി എന്ന ക്രിസ്ത്യാനി, അല്ലെങ്കിൽ മെസ്സി എന്ന ക്രിസ്ത്യൻ, അതും കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മെസ്സിയെ സാധാരണ ഒരു ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യനായിട്ടാണ് അറിയപ്പെടുന്നത്. തൻ്റെ വിശ്വാസത്തെ തുറന്നു പറയുന്നതിൽ മടിയൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് മെസ്സി എന്ന് പറയുന്ന കായിക ഫുട്ബോൾ ഇതിഹാസം, അത്ഭുതത്തെ ആളുകൾ കാണുന്നത്. ഇപ്രാവശ്യം അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, വേൾഡ് കപ്പ് ജയിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിന് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് ഒരു വേൾഡ് കപ്പ് ജയിക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചിരുന്നുവെന്നും ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് തനിക്ക് കിട്ടിയതെന്നും കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സി പറഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യം സ്വാഭാവികമായി പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ജയിക്കുമോ? വേൾഡ് കപ്പ് ജയിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മെസ്സി പറഞ്ഞു, ഈ പ്രാവശ്യം വേൾഡ് കപ്പ് ജയിക്കണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വേൾഡ് കപ്പ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു, അതെനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്. ഈ പ്രാവശ്യം വേൾഡ് കപ്പ് കിട്ടാനൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. മെസ്സിയുടെ
പന്തടക്കം, അതായത് തൻ്റെ വരുതിയിൽ പന്ത് നിർത്തുന്ന മെയ്വഴക്കത്തെക്കുറിച്ച് ലോകം മുഴുവൻ എപ്പോഴും അത്ഭുതത്തോട് കാണുന്നതാണ്. പക്ഷേ എങ്ങനെയാണോ പന്തിനെ തൻ്റെ കൺട്രോളിൽ അടക്കി നിർത്തുന്നത്, അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തെ സംശുദ്ധിയുള്ള ഒരു ജീവിതമായി അടക്കി നിർത്തുന്നതിൽ വിജയിച്ച ഒരു കായിക താരം കൂടിയാണ് മെസ്സി. മെസ്സിയുടെ കുട്ടിക്കാലം മുതലുള്ള കഥകൾ വളരെയധികം ആവേശകരമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ചില ഈ പറഞ്ഞ അർജന്റീനിയൻ ക്ലബ്ബുകളിലേക്ക് പ്രവേശനം ലഭിച്ചു. പക്ഷേ 10-13 വയസ്സുള്ളപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നു. മെസ്സിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ പ്രശ്നമുണ്ട്. അതായത് ഗ്രോത്തിനെ സഹായിക്കുന്ന, വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ മെസ്സിയുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവരുടെ വളർച്ച നിന്നു പോകും, പിന്നെ അവർക്ക് ഹൈറ്റും വെയിറ്റും വെക്കുകയില്ല. ഇതേ ഒരു കണ്ടീഷൻ, ഒരു ഹോർമോൺ കണ്ടീഷനുള്ള വ്യക്തിയായിരുന്നു മെസ്സി എന്ന് പറയുമ്പോൾ, ആ മെസ്സി എങ്ങനെയാണ് ഇപ്രകാരം ഒരു കായിക അത്ഭുതമായി മാറിയത് എന്ന് പറയുമ്പോൾ അത് വളരെ ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. 10-13 വയസ്സുള്ളപ്പോൾ ക്ലബ്ബുകളിലൊക്കെ കളിച്ച് മിടുക്കനായി വരുമ്പോഴാണ്, ഒരു സാധാരണ കുടുംബത്തിലെ വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം, വലിയ പണമോ ഒന്നുമുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു രോഗം കണ്ടുപിടിക്കപ്പെടുകയാണ്. ഹോർമോൺ ഡെഫിഷ്യൻസി കൊണ്ട് മെസ്സിക്ക് ഇനി ഹൈറ്റ് ഒന്നും വെക്കത്തില്ല. കായിക ജീവിതം അവിടെ അവസാനിപ്പിച്ചു. ഇനിയൊരു ഫുട്ബോളറായി തീരുക എന്നുള്ള സ്വപ്നമൊന്നും നടക്കുകയില്ല. പ്രതിവിധിയായിട്ടുള്ളത് ഹോർമോൺ കൃത്യമായ ഇന്റർവെൽസിൽ കുത്തിവെക്കണം. അങ്ങനെ കുത്തിവെച്ച് മെസ്സിയെ ശരിക്കും കുത്തിവെച്ച് വളർത്തണം, ഹോർമോൺ കുത്തിവെപ്പ് കൊടുത്ത് വളർത്തണം എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു. ഈ ഹോർമോൺ ചികിത്സയ്ക്ക് വലിയ ചെലവാണ്. മെസ്സിയുടെ പിതാവ് കുറച്ചൊക്കെ പൈസ കഠിനമായി അധ്വാനിച്ച് സ്വരൂപിച്ച് മെസ്സിക്ക് ഹോർമോണൊക്കെ കുത്തിവെച്ച് കുറേ സമയമൊക്കെ മുൻപോട്ട് കൊണ്ടുപോയി. പക്ഷേ അതിനും ഒരു പരിധിയില്ലേ. ഒരു പാവം പിടിച്ച വീട്ടിൽ നിന്ന് എത്രയും അങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും. മെസ്സിയുടെ ക്ലബ്ബുകൾ, അർജന്റീനിയൻ ക്ലബ്ബുകൾ അത്ര ശക്തിയുള്ള ക്ലബ്ബുകളല്ല, അത്ര പാങ്ങുള്ള ക്ലബ്ബുകളല്ല ഈ പറഞ്ഞതുപോലെ വലിയ ഹോർമോൺ ചികിത്സകൾക്കൊന്നും സഹായം കൊടുക്കുവാൻ. അത് തന്നെയല്ല ഈ 13 വയസ്സുള്ള ചെറുക്കനെ കുത്തിവെപ്പ് കൊടുത്ത് വളർത്തിയെടുത്തിട്ട് അവൻ്റെ ഭാവിയിൽ അവൻ എന്തായി തീരുമെന്നൊന്നും ആളുകൾക്കൊരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാഴ്സലോണ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് മെസ്സിയെ ശ്രദ്ധിക്കുന്നതും മെസ്സിയെ ആ ക്ലബിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും അവിടെയാണ് മെസ്സിയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുണ്ടായത്. ബാഴ്സലോണയുടെ ക്ലബ്ബുമായിട്ട് മെസ്സിയുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് ഒരു വെള്ളപ്പേപ്പർ കിട്ടാനില്ലാഞ്ഞത് കൊണ്ട് അവിടെ ഒരു ഹോട്ടലിൽ ഒരു നാപ്കിൻ, നമ്മുടെ ഭാഷയിൽ ഒരു ടിഷ്യൂ പേപ്പർ, ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലാണ് ബാഴ്സലോണയുടെ ആ ഒരു അതോറിറ്റിയിലുള്ള ആള് മെസ്സിയുടെ കോൺട്രാക്റ്റ് എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഒരു നാപ്കിൻ്റെ മുകളിൽ കോൺട്രാക്റ്റ് എഴുതി സൈൻ ചെയ്ത് ബാഴ്സലോണ ക്ലബിലേക്ക് മെസ്സി ചേർക്കപ്പെട്ടപ്പോൾ ബാഴ്സലോണക്കാർ ഒരു കാര്യം കൂടി ചെയ്തു, അവൻ്റെ ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുത്തു. അതായത് മെസ്സിയെ ഹോർമോൺ കുത്തിവെച്ച് വളർത്താനുള്ള ഉത്തരവാദിത്വം അവരുടേതായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, കൃത്യമായ ഹോർമോൺ കുത്തിവെപ്പുകൾ കിട്ടി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണ മെസ്സിയെ വളർത്തിയെടുത്തു, ലിറ്ററലി വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ കുത്തിവെച്ച് ഹൈറ്റും വെയിറ്റും കൊടുത്ത് വളർത്തിയെടുത്ത ഒരു താരമാണ് മെസ്സി. പിന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടിയും പിന്നെ ആദ്യത്തെ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള വേൾഡ് കപ്പിലൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവനൊരു അത്ഭുതമായി മാറുകയാണ്. ഇപ്പോഴും നമുക്കറിയാമല്ലോ, മറ്റ് സ്പോർട്സ് താരങ്ങൾ ഫുട്ബോളേഴ്സുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ ഈ പറഞ്ഞ ഹൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ അല്പം കുറവാണ് മെസ്സിക്ക്. കാരണം ഈ ഒരു ഹോർമോൺ പ്രശ്നമായിരുന്നു. പക്ഷെ എന്നാലും തൻ്റെ പന്തടക്കം കൊണ്ട്, തൻ്റെ കളിവിരുത് കൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ, ആ ലിമിറ്റേഷൻസിനെയൊക്കെ അതിജീവിച്ച് ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. മെസ്സിയുടെ പന്തടക്കത്തെക്കുറിച്ച്, ഫുട്ബോൾ കളിയുടെ മികവിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്നുകൂടെ പറഞ്ഞേ പറ്റുകയുള്ളൂ. ഒന്നാമത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ താൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. മെസ്സി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ഫാമിലിയാണ്, തൻ്റെ കുടുംബമാണ്. മറ്റ് പല കായിക താരങ്ങളും അല്പം പോപ്പുലറൊക്കെ ആയിക്കഴിയുമ്പോൾ, വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒത്തിരി വിവാദങ്ങളിൽ, പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഒത്തിരി വിവാദങ്ങളിൽ പോയി വീഴും. ഒരുവിധപ്പെട്ട താരങ്ങളൊക്കെ പല ഡിവോഴ്സും പല ബന്ധങ്ങളും അങ്ങനെയുള്ള പല
കഥകളും വിവാദങ്ങളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ മെസ്സിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഥ പോലും കേൾപ്പിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ ബാല്യകാലം മുതലുള്ള തൻ്റെ ബാല്യകാല സുഹൃത്ത്, തൻ്റെ കൂടെ വളർന്നു വന്ന ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു. മാത്രമല്ല ആ പെൺകുട്ടിയോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇന്ന് വരെ മെസ്സി ജീവിക്കുന്നു. 3 കുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, മെസ്സി ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ആരാധിക വന്ന് മെസ്സിയോടൊരു ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടാൽ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ മെസ്സി കൃത്യമായ അകലം ആ ഒരു സ്ത്രീയുമായിട്ട് പാലിക്കും. തൊട്ടുരുമി നിന്നോ തോളത്ത് കൈയിട്ടോ ഒന്നും മെസ്സി ഫോട്ടോ എടുക്കുവാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല അബദ്ധത്തിൽ പോലും അവരുടെ ശരീരത്തിൽ കൈയൊന്നും സ്പർശിക്കാതിരിക്കാൻ മെസ്സി തൻ്റെ കൈ ഒരു സൈഡിലേക്ക് ഒതുക്കി മാറ്റി പിടിച്ചൊക്കെ മാത്രമേ മറ്റൊരു സ്ത്രീയുമായിട്ട് താൻ ഫോട്ടോ എടുക്കത്തുള്ളൂ. മെസ്സി അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഫോട്ടോയിൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് സംശയം തോന്നുന്ന ഒരു സീൻ ഉണ്ടാക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ വളരെ എക്സംപ്ലറിയാണ്, അനുകരിക്കേണ്ട മാതൃകയാണ്. മെസ്സി ഒരു നല്ല ക്രിസ്ത്യനായിട്ട് അറിയപ്പെടുമ്പോൾ തന്നെ മെസ്സി തൻ്റെ ജീവിതത്തെ എങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്നു, നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ള പാഠവും ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൈമാറുകയാണ്. വേൾഡ് കപ്പ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ കുറേ നല്ല പാഠങ്ങൾ പറഞ്ഞു തരാം എന്ന് ഓർത്തു. എന്താണെങ്കിലും ഇവാഞ്ചലൈസേഷന് നല്ല ഒരു അവസരമായി കാണുന്ന സംഘടനകൾ സുവിശേഷം ആളുകളിലേക്ക് എത്തിക്കുവാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സീസണെയും ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്തയാണ്. വാൽകഷ്ണം പോലെ ഞാൻ പറഞ്ഞല്ലോ, ഫുട്ബോൾ ടീമുകളുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട ഒരു ഫുട്ബോൾ കളിയുടെ ഇടയിലെ കാഴ്ച ആസാദിയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ലോക്കൽ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഇടയിൽ നടന്ന സംഭവമാണ്. ബ്രസീലിൽ നടക്കുന്ന ക്ലബ്ബ് ഫുട്ബോൾ മത്സരമാണ്. കാമ്പിയോനാറ്റോ കാരിയോക്ക എന്ന് പറയുന്ന മത്സരം 2026 ഫെബ്രുവരി മാസത്തിൽ നടന്ന മത്സരത്തിൽ 2 ടീമുകൾ, CR ഫ്ലെമിംഗോ അതുപോലെ തന്നെ സാമ്പായോ എന്ന് പറയുന്ന 2 ടീമുകൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഫ്ലെമിംഗോയുടെ താരം അലക്സാണ്ടർ സൂയിസ് പെട്ടെന്ന് ബോധരഹിതനായി വീണു. അദ്ദേഹത്തിന് ജെന്നി അല്ലെങ്കിൽ ഫിറ്റ്സ് വന്നിട്ട്, നമുക്കറിയാലോ ഫിറ്റ്സ് വന്നാൽ വായിക്കൂടെ നിറയും പതയൊക്കെ വരും, താടിയൊക്കെ കൂട്ടിയിടിക്കും, കൈകാലുകൾ വിറയ്ക്കും. അങ്ങനെ വളരെ ഖേദകരമാകുന്ന ഒരു അവസ്ഥയിൽ ഈ കളിക്കാരൻ നിലത്ത് വീണ് പിടയുകയാണ്. ആ സമയത്ത് കാണുന്ന കാഴ്ച, 2 ടീമിലെയും കളിക്കാർ വന്നിട്ട് പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ചുറ്റും നിന്ന് ഈ പറഞ്ഞ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാഴ്ച എന്നെ ഒത്തിരിയധികം സന്തോഷിപ്പിച്ചു. ആ കാഴ്ച എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്ന, ബ്രസീലിൻ്റെ ക്യാപിറ്റലിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരം ക്ലബ്ബ് മത്സരമാണ്. അവിടെ വെച്ച് ഒരു കളിക്കാരൻ ഫിറ്റ്സ് വന്ന് വീഴുമ്പോൾ പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കളിക്കാർ മുട്ടുകുത്തി ആ കളിക്കാരൻ്റെ നേരെ കരങ്ങളെ നീട്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ വളരെ ഉദാത്തമാകുന്ന നല്ല ഉദാഹരണങ്ങളാണ്. കാരണം കായിക രംഗത്തൊക്കെ മികച്ച നിലയിൽ നിൽക്കുന്നവർ തന്നെ അവരുടെ ഫെയ്ത്ത് പബ്ലിക്കലി എക്സസൈസ് ചെയ്യുവാൻ, അതിനെ പ്രഖ്യാപിക്കുക മാത്രമല്ല അതിനെ പ്രയോഗിക്കുവാനും അവർ തയ്യാറായിത്തീരുന്നു എന്ന് ഉള്ളത് വളരെ നല്ല മാതൃകകളാണ്. വാൽകഷ്ണം പോലെ അത്രയും കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.